ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയെ ഇന്ന് രാവിലത്തെ എൻ്റെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഉള്ളത്. അതാണ്ട് ഇത് കണ്ടോ, ഇത് ഞങ്ങൾ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ എൻ്റെ ലക്കി ബാബുവിൻ്റെ അവസ്ഥയാണ് കംപ്ലീറ്റ് പോയി. ഞാനൊന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചായിരുന്നു, പക്ഷേ ഒരെണ്ണത്തിന് പോലും പുതിയ വേരുകളൊന്നും വന്നിട്ടില്ലായിരുന്നേ. അതങ്ങ് പോയി കിട്ടി. ഇതിപ്പോൾ ഒരു 2 വർഷമായ ലക്കി ബാമ്പു ആയിരുന്നു കേട്ടോ. പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. പിന്നെ ഞങ്ങൾ നേരെ ചന്തയിലോട്ട് വന്നേ. പക്ഷേ ഇന്ന് കുറച്ച് താമസിച്ചു പോയേ. ഒരു 9 മണിയായി കേട്ടോ വന്നപ്പം. എല്ലാ സാധനങ്ങളും തീർന്നു. ഇത് ഇവിടെ സൈഡിൽ നിറയെ പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നേ. അതിലൊരു സാധനം പോലും ഇല്ല കേട്ടോ. രാവിലെ അവർ വിറ്റിട്ട് വെയിൽ വരുന്നതിന് മുന്നേ എല്ലാവരും പോയി. പിന്നെ ഇങ്ങനെ കുറച്ച് പേര് മീനൊക്കെ വെച്ചിട്ടിരിപ്പുണ്ട്. പക്ഷേ ഇത് കൊള്ളത്തില്ല കേട്ടോ. ആ വാളയില്ലേ, ചുണ്ണാമ്പ് വാള, അതിൻ്റെ സൈഡിലെല്ലാം പൊട്ടി തൂങ്ങിയൊക്കെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് അത് വാങ്ങണ്ടെന്ന് വിചാരിച്ച് പിന്നെ റോ വാങ്ങി. ഞങ്ങൾ നോക്കിയിട്ടേ അത് മാത്രമേ ഫ്രഷായിട്ട് കണ്ടോളെ. മറ്റേ കടൽ മീനൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാവരും തിരഞ്ഞെടുത്തൊക്കെ പോയിട്ട് അവസാനം കുറച്ചിരിപ്പുണ്ടായിരുന്നു. അത് പക്ഷേ നല്ല രസമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അത് വാങ്ങണ്ടെന്ന് വെച്ച് നേരത്തെ തന്നെ ഞങ്ങൾ വിചാരിച്ചതാണ്. നല്ല മീനുണ്ടെങ്കിൽ മാത്രമേ കടൽ മീൻ വാങ്ങിക്കുന്നുള്ളൂ എന്ന്. പക്ഷേ നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടുന്നതാണ്. ഇപ്പോൾ ഒരു 2 ആഴ്ച കൊണ്ട് ഇങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. എന്താണെന്നറിയാൻ വയ്യ. ഇനിയിപ്പം മഴയൊക്കെ ആയതുകൊണ്ട് അവരിനിയിപ്പം കടലിൽ മീൻ പിടിക്കാൻ പോവാത്തതാണോ അതോ പഴകിയത് കൊണ്ടുവരുന്നതാണോ എന്താ സംഭവം എന്നറിയത്തില്ല. ഇപ്പോൾ 2 ആഴ്ച കൊണ്ട് ഇങ്ങനെ തന്നെയാണ് അവസ്ഥ. അതുകൊണ്ട് ഞങ്ങൾ കൂടുതലും ഇപ്പോൾ പച്ചക്കറി ആട്ടോ വാങ്ങിക്കുന്നത്. പിന്നെ ഞങ്ങൾ ആ മീനിനെയും വാങ്ങിച്ചിട്ട് നേരെ പച്ചക്കറി കടയിലോട്ട് വന്നേ. ഇതാണ്ട് ഈ അമ്മച്ചിയെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമായിരിക്കുമല്ലോ. ഇവിടെ നിന്ന് കുറച്ച് മറ്റേ പടവലം ഇല്ലേ, പടവലം ഇരിപ്പുണ്ടായിരുന്നേ. അതും വാങ്ങി. ഇവിടെ സൈഡിലോട്ട് നോക്കിയപ്പോൾ കപ്പയുണ്ട്. കപ്പ നോക്കിയപ്പോഴേ കുറച്ച് പഴകിയതാണ്. അകത്ത് മറ്റേ ചെന്നീരോടി എന്നൊക്കെ പറയില്ലേ, അതുമാതിരി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കപ്പ വാങ്ങിയില്ലേ. പിന്നെ വീട്ടിൽ തിരിച്ചെത്തിയിട്ട് മീനിൻ്റെ പരിപാടികൾ തുടങ്ങി. ഈ മീനാണെന്നില്ല ഞങ്ങൾ സ്ഥിരം വാങ്ങുന്ന ആ ചേച്ചിയുടെയിലാണെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് നമുക്ക് ക്ലീൻ ചെയ്യാൻ ഒരു കാര്യവും കാണത്തില്ല കേട്ടോ. നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തു തരും. പക്ഷേ ഇന്ന് വേറെ ചേച്ചിയുടെ നെല്ലിയ വാങ്ങിയത്. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ പുറത്തുള്ളതൊന്നും പോയിട്ടില്ലായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ അത് പിച്ചാത്തി പിടിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊട്ട് വരത്തുമില്ല. ഉണ്ട് ഈ വാലിൻ്റെ സൈഡിലൊക്കെ നിറയെ ഉണ്ടായിരുന്നു. അതിൻ്റെ പാട് ആലോചിച്ചിട്ടാണ് പിന്നെ മറ്റേ വലിയ വലിയ മീനുകളൊന്നും വാങ്ങിച്ചിട്ട് വരാത്തത്. വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാനൊക്കെ കുറച്ച് പാടാണ്. പക്ഷേ അവർ കടൽ മീനൊക്കെ നമുക്ക് വെട്ടിത്തരും. എന്നാലും ചിലപ്പോൾ ടൈമില്ലാത്ത ടൈമിലൊക്കെ നമ്മൾ അവരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ കടൽ മീനൊക്കെ ഇങ്ങ് അതേ കണക്ക് തരും. പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വെട്ടിയെടുക്കാനൊക്കെ വലിയ പാടാണ് എനിക്ക് കേട്ടോ. മറ്റേ വങ്കടയൊക്കെയാണെങ്കിൽ പണിയാണ് എനിക്ക്. പിടിച്ചാലൊട്ട് എൻ്റെ തോലും ഉരിഞ്ഞു വരത്തില്ല, അതുമാതിരി. പിന്നെ കൂടുതലും ഞങ്ങൾ ഈ മീനുകളും പിന്നെ അയലയൊക്കെ ഇല്ലേ, അതൊക്കെയാണ് കൂടുതലും അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് വരുന്നത്. അയല നല്ല ഫ്രഷ് അയല കിട്ടും കേട്ടോ. നല്ല പച്ചരി അയല എന്നൊക്കെ പറയത്തില്ലേ, അമ്മാതിരി. താണ്ടേ ഇതിൻ്റെ പുറത്ത് മൊത്തം ഉണ്ടായിരുന്നേ. ഇത് ഞാൻ ഈ പിച്ചാത്തി വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ പോലും അതിൻ്റെ തലയുടെയും വാലിൻ്റെ ആ ഒരു ഭാഗത്തുള്ളതൊന്നും വരാൻ കുറച്ച് പാടാണേ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ആ ചേച്ചിയുടെ തന്നെ അങ്ങ് മീൻ വാങ്ങിക്കും. പിന്നെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് ഒരു മെനക്കേടും ഇല്ല കേട്ടോ. നല്ല ക്ലീൻ ചെയ്ത് തരും ആ ചേച്ചി. ഇത് എല്ലാ മീനും ഇവിടെ കൊണ്ടുവന്ന് തന്നെ വൃത്തിയാക്കുന്നത്. പക്ഷേ എൻ്റെ പുറത്തെ തോലില്ലേ, അതിളക്കാൻ കുറച്ച് പാടായിരുന്നു. ഈ ഒഡീഷയിലാണ് ഇതിൻ്റെ പുറത്തെ തോല് വിരിക്കാൻ നമുക്ക് തരുന്നത്. പക്ഷേ മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇതിൻ്റെ തോല് നന്നായിട്ട് വൃത്തിയാക്കി ഇരിഞ്ഞു തരും കേട്ടോ. ഞങ്ങളിവിടെ വന്ന് ഇത് ഇരിഞ്ഞു തരാൻ പറഞ്ഞപ്പോഴേ അവർ പറഞ്ഞു ഇവിടെ ഇരിഞ്ഞു കൊടുക്കത്തില്ല, ഇവിടെ ഇങ്ങനെയാണ് വെക്കുന്നത്, ഇത് നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ്. പിന്നെ ഞങ്ങളും അതങ്ങ് സെറ്റായി. ഇതിൻ്റെ തൊലി വീട്ടിൽ കൊണ്ടുവന്ന് ഇരിയാൻ നോക്കത്തില്ല. ആദ്യം ഒരു ദിവസം വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ഞാനൊന്ന് തോലുരിക്കാൻ നോക്കിയായിരുന്നു. പിന്നെ ഞാനും മെനക്കെടാന്ന് വിചാരിച്ചിട്ടങ്ങ് കളഞ്ഞ് ഇങ്ങനെ തന്നെ അങ്ങ് വയ്ക്കും. കടൽ മീനൊക്കെ ചെറിയ മീനുകളൊക്കെ വാങ്ങിച്ചിട്ട് വന്നാലേ എൻ്റെ സമയം കുറേ അതിലങ്ങ് പോവും. അത് കട്ട് ചെയ്തെടുക്കണ്ടേ. അങ്ങനെ ഞങ്ങളുടെ വീടാണേലും ഫസ്റ്റ് ഫ്ലോറിലാണേ. അപ്പോൾ അതിൻ്റെ കച്ചടയൊക്കെ കൊണ്ട് കളയാനും കുറച്ച് പാടാണ്. പിന്നെ കുറച്ച് മീനെടുത്തിട്ട് ഇത് മസാലയൊക്കെ പുരട്ടി വെച്ച് കുറച്ച് മീനിനെ മാറ്റി വെച്ച് കേട്ടോ. നാളെ കറി വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ കുറച്ച് സാമ്പാറിൻ്റെ പരിപാടിയാണ്. ഇവിടെ എല്ലാവർക്കും സാമ്പാർ ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് തോന്നി ഏകദേശം മിക്കുള്ള ദിവസം ഇവിടെ സാമ്പാർ കാണുമേ. എല്ലാവരും കഴിച്ചോളേ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ അരി ഉഴുന്നു ഇട്ട് നാളത്തേക്ക് വേണ്ടിയേ. നാളെ മക്കൾക്കൊക്കെ സ്കൂളിൽ പോകണമല്ലോ.
രാവിലെ ഇങ്ങനെ കിച്ചണിൽ കയറി ഇത് കണക്കുള്ള എല്ലാ പരിപാടികളും അപ്പോഴങ്ങ് ചെയ്തേക്കും. പിന്നെ ഒരു 10-12 മണിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചൂട് കാരണം കിച്ചണിലോട്ടൊന്നും കയറാനേ പറ്റത്തില്ല. ഇന്ന് തന്നെ പോയിട്ട് വന്നപ്പം പറയാൻ പറ്റാത്ത തരത്തിലുള്ള ചൂടായിരുന്നേ. ഇന്നലെ രാത്രി മഴയൊക്കെ പെയ്ത്, എന്നാലും ആ മഴ പെയ്തതിൻ്റെ ഒരു അവസ്ഥ ആ മുറ്റത്ത് കാണാനില്ലായിരുന്നേ. എൻ്റെ വീഡിയോ പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്കിതുപോലെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ചോറും കറിയൊക്കെ റെഡിയായേ. ചോറും സാമ്പാറും മീൻ പൊരിച്ചതും പിന്നെ സൈഡിൽ ഇരിക്കുന്ന അച്ചാറില്ലേ, മാങ്ങ അച്ചാർ, അത് മാളുവിൻ്റെ മമ്മി തന്നുവിട്ടതാ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.